ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആറ്റംബർഗിൻ്റെ റെനേസ എന്ന ഈ BLDC ഫാൻ അൺബോക്സ് ചെയ്യുകയും അസംബിൾ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം ഇതൊരു 35 വാട്ട്സിൻ്റെ ഫാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 35 വാട്ട്സ് എടുക്കുന്നുള്ളോ എന്നറിയാനുള്ള പവർ ടെസ്റ്റ് നമ്മൾ നടത്തി നോക്കും. ഇതാണ് ആറ്റംബർഗിൻ്റെ BLDC ഫാൻ വന്ന ബോക്സ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇതൊക്കെയാണ് കണ്ടത്. നമുക്കിനി ഇത് ഓരോന്നും ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫാനിൻ്റെ ലീഫ്, ഫ്രണ്ട് കവറ്, അതിൻ്റെ ബാക്ക് കവറ്. ഇതാണ് ഫാനിൻ്റെ മെയിൻ പാർട്ട്. ഇതിൻ്റെ ഉള്ളിലാണ് BLDC മോട്ടർ വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ അതിൻ്റെ പവർ കോഡും ഉണ്ട്. ഇതാണ് ഫാനിൻ്റെ സ്റ്റാൻഡ്. നമ്മൾ ഇതിലേക്കിത് ഫിക്സ് ചെയ്യും. പിന്നെ അതിൻ്റെ റിമോട്ടും അതിൻ്റെ ബാറ്ററിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫാൻ അസംബിൾ ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് കവർ ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി. പക്ഷേ 2 പേരുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫാൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാം. സ്പീഡ് 2, സ്പീഡ് 3, സ്പീഡ് 4, സ്പീഡ് 5, ടോപ്പ് സ്പീഡായ ബൂസ്റ്റ്, ഇനി 1ലേക്ക് കൊണ്ടുവരാം. സ്വിങ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫാൻ ഓരോ സ്പീഡിലും എത്രത്തോളം പവർ എടുക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. അതിന് ആദ്യം വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്യണം. എന്നിട്ട് എനർജി മീറ്ററിലെ ഈ ബട്ടണിൽ പലതവണ പ്രസ് ചെയ്ത് പവർ റീഡിംഗ് കാണിക്കുന്ന സ്ക്രീനിലെത്തിക്കണം. ഇതാണ് ആ സ്ക്രീൻ. ഇപ്പോൾ ഇതിൽ 0 ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫാൻ ഓൺ ചെയ്യാം. ഇനി സ്പീഡ് 1ലേക്ക് കൊണ്ടുവന്നിട്ട് പവർ എത്ര എടുക്കുന്നുണ്ടെന്ന് നോക്കാം. 5 വാട്ട്സാണ് എടുക്കുന്നത്. ഇനി സ്പീഡ് 2ലേക്ക് കൊണ്ടുവരാം. സ്പീഡ് കൂട്ടുമ്പോൾ ആദ്യം കുറച്ച് പവർ അധികം എടുത്തിട്ടാണ് നോർമൽ പവറിലേക്ക് വരുന്നത്. സ്പീഡ് 2ൽ 7 വാട്ട്സാണ് എടുക്കുന്നത്. ഇനി സ്പീഡ് 3, 11 വാട്ട്സ്. ഇനി സ്പീഡ് 4. കുറച്ച് കഴിയുമ്പോൾ ഈ പവർ റീഡിങ് തനിയെ പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പഴയതുപോലെ പവർ റീഡിംഗ് ഉള്ള സ്ക്രീനിലേക്ക് കൊണ്ടുവരണം.
സ്പീഡ് 4-ൽ 17 വാട്ട്സാണ് എടുക്കുന്നത്. ഇനി സ്പീഡ് 5. സ്പീഡ് 5-ൽ 25 വാട്ട്സ്. ഇനി ടോപ്പ് സ്പീഡായ ബൂസ്റ്റിൽ 32 വാട്ട്സാണ് എടുക്കുന്നത്. കമ്പനി പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് 35 വാട്ട്സിൽ കൂടുതൽ പവർ ഉപയോഗിക്കുന്നേയില്ല. അതുകൊണ്ട് ഇത് വളരെ എഫിഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഫാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.